ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല. ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് പ്രത്യേക യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തും. അമൽ തേനപ്പറമ്പിൽ വിശദവിവരങ്ങളുമായി ചേരുന്നു. അമൽ, വി.എസിന്റെ ആരോഗ്യനില അങ്ങനെ തന്നെ ഗുരുതരമായി തുടരുകയാണല്ലോ. ഈ അവയവങ്ങളുടെ പ്രവർത്തനം ബന്ധപ്പെട്ട് ആശുപത്രിയിൽ നിന്ന് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മെഡിക്കൽ ബോർഡ് എപ്പോഴാണ് ചേരുക? മോത്തി ഏറ്റവും അവസാനം അവസാനിപ്പിച്ച ഇന്നിപ്പോൾ ഈ മോത്തി വായിച്ച് അവസാനിപ്പിച്ച ഒരു വാർത്തയുണ്ട്. അത് നമുക്ക് ഇന്നലെ രാവിലെ ഒരു 11 മണിക്ക് നമ്മൾ നൽകിയ വാർത്തയാണ്. ആ വാർത്തയിൽ നിന്നും എന്തെങ്കിലും മാറ്റം ഈ സമയത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലായിട്ടില്ല. അതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനവും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലാണ് ഇപ്പോഴും വി.എസിൻ്റെ ജീവൻ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഡയാലിസിസ് ഇടയ്ക്കൊന്ന് നിർത്തിവെച്ചിരുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും അത് പുനരാരംഭിക്കാം എന്നൊരു നിർദ്ദേശം ഈ മെഡിക്കൽ കോളേജിൽ അവിടുന്ന് എത്തിയ മെഡിക്കൽ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതോടൊപ്പം തന്നെ SUTയിലെ മെഡിക്കൽ സംഘവും യോഗം ചേർന്നിരുന്നു. അതിനുശേഷവും നൽകി വന്നിരുന്ന ചികിത്സ അതങ്ങനെ തന്നെ തുടരാം, മരുന്നുകളൊക്കെ അങ്ങനെ തന്നെ നൽകാം എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മരുന്നുകളൊക്കെ നൽകി പോവുകയാണ്. വി.എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോരാളിയാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരിക ഒരു ആശാവഹമായ വാർത്തയല്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു നേരിയ പുരോഗതി ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു പുരോഗതി ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇന്നലെ ഒരു 11 മണി മുതൽ അത്യന്തം ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോൾ തുടർന്നു പോകുന്നത്. ഇനിയിപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ചികിത്സ നൽകണം എന്നുള്ള കാര്യത്തിൽ ഇന്നിപ്പോൾ വീണ്ടും മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട്. ആ മെഡിക്കൽ ബോർഡ് ചേർന്നതിന് ശേഷം ചികിത്സ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ എന്തായാലും നമ്മുടെ വി.എസിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതി അത്യന്തം ഗുരുതരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.